നെത്തോലി വെച്ചിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഈസിയാണ് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം നെത്തോലി ഒന്ന് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ട് അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ സാധാരണ എരിവുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് അരിപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്, അപ്പോൾ ഒട്ടിപ്പിടിക്കാതെ അങ്ങ് കിട്ടും. ഞാൻ ആദ്യം കുറച്ചൊക്കെ അങ്ങനെ ചെയ്തു, പിന്നെ ഒരുപാടുള്ളത് കൊണ്ട് ഞാൻ കുഞ്ഞു നെത്തോലിയാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ അങ്ങ് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒരു ഏകദേശം ഒന്ന് ക്രിസ്പി ആവുന്ന സമയത്ത് നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു സെയിം പാനിൽ തന്നെ കുറച്ച് ചെറിയ ഉള്ളി, അതുപോലെ തന്നെ ഒരു കഷ്ണം വലിയ ഉള്ളി കേട്ടോ, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റുകയാണ്. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത്, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, അതായത് വലിയ ജീരകമില്ലേ, അപ്പോൾ അതിൻ്റെ പൊടി, കുറച്ച് ഗരം മസാല, ചില്ലി ഫ്ലേക്സ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായിട്ട് ആ ഒരു പൊടിയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരുന്നവരെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ലാസ്റ്റ് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു മസാലയ്ക്ക്. അങ്ങനെ നമ്മൾ നന്നായിട്ട് ആ ഒരു മസാലയൊക്കെ ഒരു നല്ലൊരു രീതിയിലൊന്നിങ്ങനെ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നെത്തോലി കംപ്ലീറ്റ് ആയിട്ടും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ ഒരു തേങ്ങാക്കൊത്തൊക്കെ ഒന്നിങ്ങനെ ഫ്രൈ ആയിട്ട് വരും. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ആ ഒരു ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ ആ ഒരു പുളിപ്പൊക്കെ ആ ഒരു മീനിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ സാധാരണ ഈ നെത്തോലി കിട്ടുമ്പോൾ ഫ്രൈ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ തോരൻ വെക്കലും കറി വെക്കലൊക്കെ അല്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ്. ആ ഒരു തേങ്ങാക്കൊത്തൊക്കെ ഇടയ്ക്ക് കടിക്കാനും ആ ഒരു നെത്തോലിയുടെ ടേസ്റ്റൊക്കെ ആയിട്ടൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.